തിരുവനന്തപുരത്ത് ഇപ്പോൾ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ്. ഘടകകക്ഷികളിൽ ചിലർക്ക് അതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിൽ മന്ത്രിമാരുടെ കാര്യത്തിൽ അവസാനവട്ട ധാരണയാകാനുമുണ്ട്. നമ്മൾ പോകുന്നത് വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ ഉള്ളത് MLA ഹോസ്റ്റലിലാണ്. വിപിൻ, ഇതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അതൃപ്തി വളരെ പ്രധാനമാണ്. അവർ 2 മന്ത്രിസ്ഥാനം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇനി അവസാനവട്ടം അതിൽ ഏത് തരത്തിലേക്കാണൊരു അനുനയം ഉണ്ടാകുന്നത്? ചീഫ് വിപ്പ് സ്ഥാനം കൂടാതെ ഒരു മന്ത്രിസ്ഥാനം എന്നതിലേക്കാണല്ലോ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. അതെ അനുജ, നമ്മൾ രാവിലെ മോൻസ് ജോസഫ് MLA സംസാരിച്ചിരുന്നു. അതിൽ മോൻസ് ജോസഫ് MLA കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചീഫ് വിപ്പ് സ്ഥാനം അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം എന്നുള്ള ഒരു ഫോർമുലയ്ക്ക് തങ്ങൾ നിൽക്കില്ല, അതിലേക്ക് വഴങ്ങില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. 2 മന്ത്രിസ്ഥാനം എന്നുള്ളതിലാണ് ഈ അവസാന നിമിഷവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിൽക്കുന്നത്. ആ 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു അനീതിയായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ യോഗത്തിലും അത് തന്നെയായിരിക്കും പറയുന്നത്. ഈ 3 പേരും ഇപ്പോൾ അനുജ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഞാൻ MLA ഹോസ്റ്റലിലുണ്ട്. PJ ജോസഫും മോൻസ് ജോസഫും തോമസ് ഉണ്ണിയാടനും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ MLA ഹോസ്റ്റലിലാണ് ഉള്ളത്. അവിടെ നിന്നും വിളിക്കുന്നതിനനുസരിച്ച് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു UDF കൂടിക്കാഴ്ച ഉണ്ടാവുക, മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച ഉണ്ടാവുക. അതിൽ അവർ ഉന്നയിക്കാൻ പോകുന്നതും ഈ 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ള കാര്യം തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു മന്ത്രിസ്ഥാനം ഒരു ചീഫ് വിപ്പ് എന്നുള്ളത് പറയും. അതിൽ ഏത് ഫോർമുലയിലായിരിക്കും ഒരു അനുനയം നടക്കുക എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം 8-ൽ 7 ആളുകളും ജയിച്ച 7 സീറ്റുകളും ജയിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. ഒപ്പം വിട്ടുകൊടുത്ത ഏറ്റുമാനൂരായാലും ഇടുക്കി ആയാലും അത് രണ്ടും തന്നെ കേരള കോൺഗ്രസ് ജയിക്കാവുന്ന സീറ്റുകളായിരുന്നു. അത് തങ്ങൾ കോൺഗ്രസിന് വേണ്ടി വിട്ടുകൊടുത്തു. ഇത്തരത്തിൽ വിട്ടുവീഴ്ചകളെല്ലാം ചെയ്തിട്ടുള്ളത് കേരള കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രിസ്ഥാനത്തിന്റെ ചർച്ചകൾ വരുമ്പോൾ 2 എന്നുള്ളതിൽ കുറയാൻ പാടില്ല എന്നുള്ളത് അവർ പറയുന്നു. കാരണം മുസ്ലിം ലീഗിന് 5 മന്ത്രി സ്ഥാനം നൽകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസിനെയും ആ രീതിയിൽ പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ ഏത് രീതിയിലുള്ള അനുനയം നടക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ഇവർ തമ്മിലുള്ള, അതായത് കേരള കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കും. അതിനുശേഷം അതിൽ ഉരുത്തിരിയുന്ന കാര്യം, അതായത് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണെങ്കിൽ എന്ത് അഭിപ്രായമാണ് ഇനി UDFന്റെ മുൻപിൽ വെക്കേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻപിൽ വെക്കേണ്ടത് എന്നുള്ള കൂടിയാലോചനകൾ ഇപ്പോൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ PJ ജോസഫിനോടുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ സംസാരിക്കാനില്ല, എല്ലാം ചർച്ച കഴിയട്ടെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചയും അവരുടെ സീറ്റ് ഏതൊക്കെയാണ് വകുപ്പുകൾ എന്നുള്ളതിൻ്റെയും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും വകുപ്പുകൾ കേരള കോൺഗ്രസ് ക്ലെയിം ചെയ്യുക. കൃഷി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിനോടകം തന്നെ ചോദിച്ചിട്ടുണ്ട്. യോഗം ജോസഫ് ഗ്രൂപ്പിന്റെ ഇത് പുരോഗമിക്കുകയാണ്. അതിൽ അവരെങ്ങനെയാണ് ഈ നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ഫോർമുലയോട് സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്നത് നമുക്കറിയാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ആ വിശദാംശങ്ങൾ പുറത്തുവരും. നമ്മൾ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നടക്കുന്നത് എന്ത് എന്നതിലേക്ക് പോവുകയാണ്. ഷഫീദ് റാവുത്തറാണ് തത്സമയം ചേരുന്നത്. ഷഫീദ്, രമേശ് ചെന്നിത്തല ഇപ്പോഴും അതൃപ്തനാണ്, അസംതൃപ്തനാണ്. അദ്ദേഹം ഹാപ്പിയാണോ എന്ന് മേഘനാ മുരളി ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാത്ത രമേശ് ചെന്നിത്തലയെ നമ്മൾ കാണുകയാണ്. അനുജ, ഉറപ്പായിട്ടും. കാരണം രമേശ് ചെന്നിത്തലയുടെ ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് തനിക്കൊപ്പമുള്ള ആളുകളെ കൂടി ക്യാബിനറ്റിലേക്ക് പരിഗണിക്കണം എന്നുള്ളതാണ്. അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ പേരുകൾ നേരത്തെ UDF നേതൃത്വത്തിന് മുൻപിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലേക്ക് വെച്ചതാണ്. പക്ഷേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.